Eleya, eleya. Alama yele. Alama yele. Alada yele. Madi. Inamla madi. Ingara madi. Yana ana waliyana madi. ഹായ് ഹലോ എല്ലാവർക്കും പൈനാപ്പിൾ കപ്പിളിലേക്ക് സ്വാഗതം. ഞാൻ ജെറിൻ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ തെക്കൻ യാത്രയായിട്ട് എത്തിയേക്കുന്നത് നമ്മുടെ അടിമലത്തുറയാണ്. നമ്മുടെ സൗത്ത് കോവളാട്ടോ. സൗത്ത് കോവളത്തിലെ ഒരു തുറയാണ്, ഫിഷിംഗ് തുറയാണ്. പക്ഷേ ഞങ്ങൾ വന്നത് കറക്റ്റ് ടൈമായി പോയി. ഇന്ന് ഇവിടെ ഫിഷിങ്ങിന് പോകുന്ന ദിവസമല്ല. കാര്യം ഇന്നിവിടെ ഇവിടുത്തെ പള്ളിയിൽ ചെറിയൊരു ആരാധനാക്രമമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിവിടെ നിന്ന് ആരും പോകുന്നില്ല. പക്ഷേ നമുക്കിവിടെ കമ്പവല എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ശരിക്കും ഫിഷിങ്ങിലെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ, റിട്ടയർ ആയിട്ടുള്ള ചേട്ടന്മാർ, അധികം ദൂരം വെള്ളത്തിൽ പോകാൻ പറ്റാത്ത ചേട്ടന്മാർ ചെയ്യുന്ന പരിപാടി. ആ കമ്പവല എന്താണെന്നും ആ കമ്പവലയുടെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയേക്കാം. കണ്ടോ, സൂര്യൻ പതിയെ അങ്ങോട്ട് ഉയർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടിമലത്തുറയുടെ ശരിക്കും ഫിഷിങ്ങിന് വേണ്ടിയുള്ള ഏരിയ കേട്ടോ. എല്ലാ വള്ളവും കരയെ കയറ്റിയിട്ടേക്കുവാണ്. ഇന്ന് പോയിട്ടില്ല. പക്ഷേ കുറച്ച് 1-2 വള്ളങ്ങൾ ഇങ്ങനെ കരയ്ക്ക് സൈഡിൽ വട്ടം കറങ്ങുന്നൊരു സംഭവമുണ്ട്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ കമ്പവല അല്ലേ കുഞ്ഞു? അങ്ങനെയല്ലേ പറഞ്ഞേ? കമ്പവല എന്ന് പറഞ്ഞു. ഒത്തിരി ആൾക്കാര്, 100 ആൾക്കാര് ചേട്ടന്മാര് കൂടിയിട്ട് വലിച്ചിട്ടാണ് അത് കയറ്റണെന്നാട്ടോ പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അവിടെ ഒരു ട്രാക്ടർ ഉണ്ട്. ഇനി ട്രാക്ടറിന്റെ സർവീസും കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും കമ്പവല വലിക്കുന്നത് 100 പേര് കൂടുതൽ ആൾക്കാരെ വലിച്ചാൽ മാത്രമാണ് കരയിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞത്. അത്രയ്ക്കും വെയിറ്റ് ഉണ്ടാവുമായിരിക്കും, കടലിൽ കിടക്കുന്നതല്ലേ. അപ്പോൾ അത് വലിച്ചെടുക്കാൻ അത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ വെച്ചാലേ, ഈ പറഞ്ഞില്ലേ നമ്മുടെ പ്രായമായ ആൾക്കാർ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 1 മാസമൊക്കെ കടലിൽ പോയാലോ മീൻ പിടിച്ചുകൊണ്ട് വരുന്നത്, അതിന് സാധിക്കാത്ത പ്രായമായ ചേട്ടന്മാർ ചെയ്യുന്ന പണിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ അവരാ വലിക്കുന്നെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ ട്രാക്ടർ ആണെങ്കിൽ അതിൻ്റെ ഭംഗി. നമുക്ക് ആ കാഴ്ചയിലേക്ക് പോയിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സൗണ്ടിനെ ഇത്തിരി കുഴപ്പമുണ്ടാവും. മാസ്ക് ഉണ്ട്. ഇൻട്രോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ മാസ്ക് എടുത്ത് വെച്ച്, മാസ്കും ഉണ്ട്, അതുപോലെ കടലിൻ്റെ കാറ്റും ഉണ്ട്, എരമ്പലും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം അല്ലേ. ഇതുണ്ടോ ബോട്ടൊക്കെ പോകണോട്ടോ. 4 മണിക്കൂറാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കമ്പംവലി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സംഭവം എന്ന് പറഞ്ഞാണ്ടല്ലോ, കടലിലേക്ക് കൊണ്ടുപോയിട്ട് തന്നെ ഇപ്പോൾ ഒരു 2 മണിക്കൂറായാലും കുഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിസ്സാരമല്ല സംഭവം. ഇത് വലിച്ചിങ്ങനെ കരയിലേക്ക് കയറ്റണമെങ്കിൽ ഇനിയും വേണം 1 മണിക്കൂർ. ചേട്ടന്മാരുണ്ട്, ചെറിയ പിള്ളേർ വരെ ഉണ്ട് കേട്ടോ വലിക്കാൻ. ഇതിപ്പോൾ ഉണ്ടല്ലോ ഇവിടെ വലിഞ്ഞ് കയറി വരുമല്ലോ കേട്ടോ. അതേ അങ്ങേറ്റത്ത് കണ്ടോ, അവരവിടെ വലിച്ചോണ്ടിരിക്കുവല്ലേ. 2 പേരും കൂടെ ഒരുമിച്ചാവും. അപ്പൊ ഇനി നടുക്കായിട്ട് ഒന്ന് കൂടുമായിരിക്കും അല്ലേ. അപ്പൊ ആകെ ഒരു 19 പേര് ഉണ്ടാവില്ല കേട്ടോ. വലി അതാണ് ഇത്രയും ആൾക്കാർ കൂടുന്നത്. ഈ ബോട്ടിലൊക്കെ പഠിക്കുന്നവർക്ക് നിസ്സാര പണി. ബോട്ടിൽ പോണവർ അങ്ങനെയല്ല ചേട്ടന്മാർ പറഞ്ഞു. കമ്പോലെ നമ്മള് ഉൾബലം കാണിക്കണം. അതെല്ലേ, എങ്കിലേ മറ്റവരെങ്കിൽ വലിക്കാൻ പറ്റും. അതാണ്. അപ്പൊ ആ ഒരു ചേട്ടൻ പോയേക്കണ ലെവലാക്കാൻ പോയേക്കണോ? അയാള് ഈ വല വരുമ്പോഴേ അങ്ങ് ചുറ്റുവിടും, അല്ലെങ്കിൽ ഈ തിരക്ക് അങ്ങ് പിരിഞ്ഞു പോകും. ഇപ്പൊ നിലവിൽ ഇതിനകത്ത് മീൻ കൊണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മൾ കരയൊന്നും മീൻ ഉണ്ടായിരുന്നു. ഇനി കമ്പ മടി വന്ന് കരയ്ക്ക് വരുമ്പോഴേ ഉള്ളതല്ലാതെ അറിയാൻ പറ്റുള്ളൂ. അല്ല വള്ളത്തിൽ ഇരുന്നവർക്ക് മീന് നമ്മള് കണ്ടാലും ചിലപ്പോ കാണാവൂ, അറിയാൻ പറ്റത്തില്ല അല്ലേ. അറിയാമോ? ചക്കരമാര് ഏലയോട് വിടുവാ.
ഇവരുടേതായിട്ട് എന്തൊക്കെയോ ലാംഗ്വേജ് ഒരു സ്ലാങ്ങില് ഞങ്ങളെ കേൾക്കാണ്ട് ചിലപ്പോ ഞങ്ങളെ കുറ്റം പറഞ്ഞായിരിക്കും. ഈ കമ്പവലയിൽ നിങ്ങൾ എങ്ങനെയാ ചേട്ടാ പറഞ്ഞ കരമടിയെന്നാ? കരമടി. ആ നമ്മുടെ ഈ കടപ്പുറം ഭാഷ കരമടി എന്ന് പറയും. പക്ഷെ മുകളിൽ അറിയപ്പെടുന്നത് കമ്പവല. കമ്പവല. ഇതിന് ആകെ എത്ര നീളം വരുമായിരിക്കും ചേട്ടാ? ഇത് നീളം ഈ വലയും കമ്പയോട്ടൊക്കെ എല്ലാ ചരടും എല്ലാം കൂടി കൂട്ടിയല്ലേ? കുഞ്ഞു വലിക്കാൻ കൂടുന്നുണ്ടോ? ഞാൻ വലിച്ച വലിയൂല. ഇത് ഇച്ചിരി ആയാസമുള്ള പരിപാടിയാട്ടോ. എത്ര പേര് നിന്ന് വലിക്കണമെന്ന് അറിയോ? 120 ആൾക്കാർ ഇന്ന് വലിക്കണതാണെന്ന് പറഞ്ഞു. ഇത് ഇപ്പൊ ഇതിനകത്ത് എങ്ങാണ്ട് 19 പേരുള്ളൂ. ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറമുണ്ട്. അവിടെ ഇച്ചിരി കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത്. നടുക്കായിരിക്കും മീൻ കയറുന്നത്. ഒറ്റ കമ്പവലയാണ് ഇത് സംഭവം. അത് കിടക്കുന്നത് ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ ഏറ്റവും ചുരുങ്ങിയത് അവരുടെ സ്ഥലത്തേക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്നുള്ള കാര്യം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ നല്ല തിരയടിക്കണ ശബ്ദമുണ്ട്, കാറ്റുണ്ട്. അപ്പൊ കമ്പവല അല്ലെങ്കിൽ കരമടി അല്ലേ? കരമടി കാണാത്തവര് ഈ കാഴ്ചകൾ തുറന്നും കണ്ടുകൊണ്ടിരിക്കുക. നല്ല രസമുള്ള പരിപാടി കേട്ടോ. അപ്പോ ഇവരുടേതായ ഭാഷയിൽ ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാവത്തില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു ഒത്തൊരുമയുടെ പരിപാടിയാണ്. കാരണം വെച്ചാൽ അവര് സംസാരിച്ച് വർത്താനം പറഞ്ഞ് കമ്പനി കൂടി. പിന്നെ ഇവിടുത്തെ മാസ്കിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവരെല്ലാം ഇവിടെ ഒരു കുടുംബം പോലെ ഒരു വള്ളത്തെ പോകുന്നവരാണ്. അതുകൊണ്ടായിരിക്കും അവര് മാസ്ക് വയ്ക്കാത്തത്. കമ്പവല വലിക്കാൻ എല്ലാവരും ഉണ്ട് കേട്ടോ. എടാ നിന്റെ പേരെന്നാടാ? സനു. ചേട്ടന്മാരും ഉണ്ട്, ചെറിയ കുട്ടന്മാരും ഉണ്ട് കേട്ടോ. പിന്നെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുഞ്ഞും ഉണ്ട് കേട്ടോ. എത്ര പേര് തലയെണ്ണ കുഞ്ഞുമാണ്. കമ്പം വലിക്കുന്നവരുടെ എണ്ണ എടുത്തിട്ട് പൈസ കൊടുക്കേണ്ട ആള് കുഞ്ഞു കേട്ടോ. ഞങ്ങള് രാവിലെ 6 മണിയായപ്പോൾ ഈ ബീച്ചിലെത്തിയാണ്. ബീച്ചിലല്ല, ഈ തുറയിലെത്തിയതാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ കമ്പംവലി ഒന്നും ആയിട്ടില്ല നിലവില്. നല്ല സമയം എടുക്കുന്ന പണിയാണ്. ഇതുണ്ടോ, ഇതിപ്പോ നമ്മള് 1/2 കിലോമീറ്റർ അപ്പുറം, 1/2 കിലോമീറ്റർ അല്ല, അതിൽ കൂടുതൽ അപ്പുറം നിന്നവരായിരുന്നു. ആ സെക്ഷനാണ്. ആ സെക്ഷൻ ഇങ്ങനെ വലിച്ച് ഇവരായിട്ട് ജോയിൻ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ കമ്പവലി പൂർണ്ണമാകുന്നത്. അതേ കാണുന്ന ബോട്ട് കണ്ടോ? ആ ബോട്ടുണ്ട്. അവിടെ ഒരു ബോട്ടുണ്ട്. അതിങ്ങനെ വലയുടെ അറ്റത്ത് ഇങ്ങനെ കറങ്ങി കിടക്കുകയാണ്. അതിങ്ങനെ ചേർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്താണ് മീൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ മീൻ കൊള്ളുക. ഇന്ന് മീൻ കൊണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങളെ പിടിച്ച് ഇവരിടിക്കും. കാര്യം ഞങ്ങളിവിടെ കണ്ണും നട്ട് നോക്കിയിരുന്നിട്ടാണ് എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. വലിച്ച് കയറ് തീർന്നിട്ടുണ്ട്, വല എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കമ്പവല രണ്ടും കൂടി യോജിച്ചിട്ടുണ്ട് കേട്ടോ. 2 കൂട്ടരും കൂടി യോജിച്ചിട്ടുണ്ട്. നല്ല ആഞ്ഞു വലിയ കേട്ടോ. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നതിന്റെ അപ്പുറം ഇപ്പുറയും ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ അപ്പുറം നിന്ന ആൾക്കാർ വരെ ഇവിടെ ജോയിൻ ചെയ്തോട്ടെ. ഇങ്ങോട്ട് ചേർന്ന് വരികയാണ്. അതാണ്. അപ്പൊ ഞങ്ങൾ കറക്റ്റ് ഞങ്ങൾക്ക് ഉള്ളിൽ, ഞങ്ങളും മീനിന്റെ ഉള്ളിലായി, ഞങ്ങളും കമ്പംവലയുടെ ഉള്ളിലായി. അപ്പൊ ഇതേണ്ട, ഇതേ കാണുന്ന ബോട്ടുണ്ടല്ലോ, അതാണ് ഇതിന്റെ സെന്റർ. ആ ഭാഗം മുഴുവൻ ഇവിടെ വേണം. നല്ല സൗണ്ടാണ്. ഇവിടെ കരയില് ആഞ്ഞു വലിക്കുമ്പോ ഉണ്ടല്ലോ, ഇതെവിടെ ഒരു ചേട്ടൻ കണ്ടോ, ആ തെരേനെ പിടിച്ച് പുള്ളിയാണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നത്. അവിടെ ഒരാളല്ല കേട്ടോ. അതുകൂടെ നമുക്ക് പിന്നെ കാണാൻ പാടാത്ത രീതിയിൽ ഒരു 6-8 പേരുണ്ട് വലയെ തൂങ്ങിക്കിടക്കുന്നവർ. അവര് ഒഴുക്കിൻ്റെ അനുസരിച്ച് വല പോവാണ്ടിരിക്കാൻ വേണ്ടി അതിനെ തടഞ്ഞു നിർത്തിയേക്കുക. അങ്ങനെ വല യോജിച്ച് വരുവാണ്. ഈ വലിക്കുന്നതിനേക്കാളും ആകാംക്ഷയിലിരിക്കുന്നവരായിരിക്കും സംഭവം. നമുക്കൊന്ന് മീൻ കാണാൻ വേണ്ടി ഇപ്പൊ എത്ര സമയം, 6 ഇപ്പൊ നമ്മൾ ഇറങ്ങി വന്നല്ലേ. 5 മണിക്ക് ഞങ്ങൾ എണീറ്റ് എന്നെ പറ്റിപ്പോയെന്ന് വെച്ചാൽ നമ്മുടെ ഹൈ റേഞ്ചിലല്ലേ ആദ്യം സൂര്യൻ ഉദിക്കണേ. ഇവിടെ സൂര്യാസ്തമയല്ലേ ഉള്ളൂ, ഇവിടെ വെളിച്ചം വീടില്ലായിരുന്നു. നേരത്തെ റെഡി ആയതാണ്.
അവിടെ വെളിച്ചം വരുമല്ലോ പോരാലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ നോക്കുന്ന ആ ഒരു മീൻ കയറി വരുന്ന സുദിനത്തിന് വേണ്ടി ഞങ്ങൾ ആ കാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഈ പോകുന്ന അപ്പുറം വലിച്ചുകൊണ്ടിരിക്കുന്ന വലയുടെ ഒരു ഭാഗം കേട്ടോ. ഇപ്പം നമ്മുടെ ഈ വല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വല ഇതാണ്. അതിൻ്റെ 2 സെക്ഷൻ വലിക്കാരും അടുത്തടുത്ത് നിൽക്കുകയാണ്. ഇത് അതിനെ ക്രോസ് ചെയ്ത് ഇനി ആ വള്ളത്തെ എല്ലാം ക്രോസ് ചെയ്ത് അപ്പുറേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ കരയിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. കരയിലെത്തിയെന്ന് പറയാം, തിരയപ്പെട്ടിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ കമ്പവല അല്ലെങ്കിൽ കരമടി ഞങ്ങള് 2-2.5 മണിക്കൂർ നോക്കിയിരുന്ന സംഭവം ഇതേ കരക്കെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് തുറന്ന് കാണണം, അതാണ് നമുക്കുള്ള കാഴ്ച. ചാളയാലേട്ടാ? പിടയ്ക്കുന്ന മീനാണ് കേട്ടോ, പിടയ്ക്കുന്ന മീൻ. സംഭവം നിലവിൽ കുറവാന്നാട്ടോ പറഞ്ഞേ. ഒരു 4 ദിവസമായിട്ട് കുറവായിരുന്നു. ഇത് പോയക്കണ വള്ളം അപ്പോളേ മീൻ ഞങ്ങൾക്കും കാര്യമായ വിഷമമായി. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ തൊട്ട് നോക്കിയിരുന്നായിരുന്നു, മീൻ കുറവാണ്. ചാള മാത്രമേ ഉള്ളൂ. ഇതല്ല മീൻ വരുന്നത്. ഇത് മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാന്നുള്ളൂ. ഇത്രയും ആൾക്കാർ, ഒരു 100 പേര്, ഒരു വള്ളം, അതുപോലെ വേറെ ചിലവുകൾ, അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്. നമുക്ക് വള്ളം തിരിച്ച് വലിച്ചു കയറ്റുന്ന കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ കമ്പവല ഇടാൻ വേണ്ടി പോകുന്ന വള്ളം കേട്ടോ. ഈ വള്ളത്തിനകത്തിരുന്നായിരുന്നു എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ വള്ളം ഇനി നമ്മുടെ ട്രാക്ടർ വെച്ച് വലിച്ചം കയറ്റി വയ്ക്കും. അതെ, അവിടെ ഉള്ളവരോട് ഓടി വരാൻ പറഞ്ഞാണ് അല്ലേട്ടാ. മീൻ വാങ്ങാൻ വേണ്ടി ആളെ വിളിക്കണ കേട്ടോ. നമ്മുടെ കമ്പംവല വലിച്ചു കയറ്റിയിട്ടിട്ട് ആ വിളി കേട്ട ആൾക്കാർ വരണ്ട കേട്ടോ. ചേച്ചിമാര് മാത്രമായിട്ട് വരണ്ടല്ലേ? ഇന്ന് പള്ളിയിൽ പരിപാടി ഉള്ളതുകൊണ്ട് നാളെ കുറവാണ്. ഇന്ന് വള്ളം കുറവല്ലേ പോയിട്ടുള്ളൂ. വലക്കകത്തുനിന്ന് വല പൊട്ടാണ്ട് പിടിപ്പിച്ചെടുക്കുക അല്ലേ? രൂപ, 300 രൂപ, 350 രൂപ, 400 രൂപ, 1450 രൂപ, 1500 രൂപ, 1500 രൂപ, 550 രൂപ, 600 രൂപ, 1600 രൂപ, 650 രൂപ, 1650 രൂപ, 700 രൂപ, 750 രൂപ, 1750, 800 രൂപ, 850, 900, 950, 1950, 1000 രൂപ, 1050 രൂപ, 100 രൂപ, 150 രൂപ, 200 രൂപ, 250 രൂപ, 300 രൂപ, 1300 രൂപ, 300 രൂപ ഉണ്ട് വിളി, 1300, 350 രൂപ, 400 രൂപ. അപ്പൊ ദേ പോണുണ്ടോ ചേച്ചി? ആ ചേച്ചിയല്ല ഇപ്പൊ നമ്മുടെ മീൻ മേടിച്ചോണ്ട് പോയതാ കേട്ടോ. അപ്പൊ നല്ല ഫ്രഷ് പെടക്കണ മത്തി, ചാള മേടിച്ചോണ്ട് പോയതാണ്. സംഭവം രസം കേട്ടോ. ആദ്യം വന്ന ആള് ഇച്ചിരി കൂടുതൽ അധികം പൈസക്ക് മേടിക്കേണ്ടി വരും. പക്ഷെ കാത്തിരുന്ന് കഴിഞ്ഞാൽ പക്ഷെ തീർന്നു പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പൊ അതാണ് അതിനകത്ത് ചെറിയ ടൈറ്റുള്ളൂ. പക്ഷെ ഇന്നും ഞങ്ങൾക്ക് നിരാശയാണ്. ഞങ്ങൾക്ക് നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിരാശയല്ല, കാണാൻ പറ്റി, പക്ഷെ അവർക്ക് മീൻ കിട്ടാത്തതിൽ ചെറിയൊരു നിരാശയുണ്ട്. അപ്പൊ നമ്മുടെ ഇത്ര നേരം നിന്നേലൊരു ഇതുണ്ടായി. അപ്പൊ നമ്മുടെ കമ്പവലയും അല്ലെങ്കിൽ കരമടി ഈ സംഭവം ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്.
കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. വള്ളം ഇറക്കാത്ത സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ആദ്യമായിട്ടാണ് അറിയണതും കാണുന്നതൊക്കെ. അപ്പൊ നമ്മള് വല വലിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു പേര് ഇത്ര ആളുകൾ കൂടിയെല്ലാം വലിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ വള്ളത്തിൽ പോകാനല്ലോ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ വന്ന് ഇത്രയും നേരം നിന്ന് ഇപ്പൊ നല്ല വെയിലായിട്ടുണ്ട്, നിന്നാൽ പോലും ഞങ്ങൾക്ക് അത് കാണാൻ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ മാസ്ക് വരാത്ത വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ ആ ഇൻട്രോ എടുത്തതിന് ശേഷം പിന്നെ ഇതുവരെ മുഖത്തൊന്നും മാസ്ക് മാറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ മാസ്ക് ഇനി മാറ്റുന്നതിൽ അർത്ഥമില്ല. ഇനി നേരെ ഈ മാസ്ക് കൊണ്ടുവന്ന് നമ്മൾ കഴുകിയിടുക എന്നുള്ള ഒറ്റ കേസാണ് നടക്കുള്ളൂ. അതുകൊണ്ട് മാസ്ക് മാറ്റുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയേക്കാം കുഞ്ഞു. അപ്പൊ ഏറെക്കുറെ നിങ്ങൾക്കും ഈ വിഷ്വൽസ് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം കാണാത്ത കാഴ്ചകൾ കാണുമ്പോഴല്ലേ എല്ലാവർക്കും കൗതുകം കൂടുന്നത്. അപ്പൊ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടില്ലല്ലോ, ഒരു മിനിമം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോസിന് വല്ല പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമന്റ് ബോക്സിൽ പറയുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ ഞങ്ങൾക്കത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു കാഴ്ചയായിട്ട് നമ്മുടെ തെക്കൻ യാത്ര ഇപ്പം തന്നെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും വണക്കം.